ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പീസ് പരിപ്പാണ്, വടപ്പരിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 2 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി ഇതിലോട്ട് വേണ്ട ബാക്കി ചേരുവകൾ കൂടി നമുക്ക് അടുപ്പിക്കാം. ഞാനിവിടെ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് എടുക്കുന്നത്. അതൊരു 3-4 തണ്ട് കറിവേപ്പില ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒരു 3 പച്ചമുളകാണ്. പച്ചമുളക് നോർമൽ എരിവാണെങ്കിൽ 3 പച്ചമുളക് ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയാണ്. ഞാനൊരു 10-15 കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് ഞാനൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ട് വരണം. ചെറിയ തരിതരിപ്പോടുകൂടി വേണം നമ്മൾ പരിപ്പ് അരച്ചെടുത്തിട്ട് വരാനായിട്ട്. ഇടയ്ക്ക് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലോട്ട് ഞാൻ 3 ടീസ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതോടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് നന്നായിട്ട് ഉരുട്ടിയിട്ട് പരത്തി ഷേപ്പ് ആക്കിയിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട പാടെ സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 സൈഡ് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചൂടാ നിങ്ങളെല്ലാവരും കഴിച്ചോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ടാറ്റ ബൈ.